ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്ക്കാൻ പോകുന്ന ഒരു കവായി പാൻ്റാണ്. നിങ്ങൾ ഈ പാൻറ് കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനൊരു പാൻറ് തയ്ക്കാൻ നിങ്ങൾക്ക് അറിയുമോ എന്നും എനിക്കറിയില്ല. ചിലപ്പോൾ അറിയാമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ തയ്ക്കുന്നതായിരിക്കും. സാധാരണ പാൻറ് വെട്ടും പോലെ നമുക്ക് വെട്ടിയെടുക്കാം. ഇതിൻ്റെ ഇറക്കമൊക്കെ നിങ്ങൾക്ക് അവരവരെ ഇറക്കം അനുസരിച്ചെടുക്കാം. ഞാനൊരു 42, അതായത് മുകളിലത്തെ പട്ട താഴത്തെ പട്ട എല്ലാം കൂടെ കണക്കാക്കിയാണ് ഈ 42 എടുക്കുന്നത്. അപ്പോൾ തയ്ച്ച് വരുമ്പോൾ ഒരു 39, 38 അത്രയൊക്കെ മതി. ഇത് വണ്ണം ഒരു അരവണ്ണം ഈ 40 ഇഞ്ചുള്ളതിനാണ്. അപ്പം 1 ഇഞ്ചും കൂടെ വണ്ണം കൂട്ടിയിട്ടുള്ളൂ, 11 ഇഞ്ച്. അവിടെ നിന്ന് താഴേക്ക് നമ്മൾ ക്രോച്ചിനൊരു 10 ഇഞ്ച് എടുത്താൽ മതി കേട്ടോ. ശരിക്കും 8 ഇഞ്ച് മതി ക്രോച്ച്, 8, 9 മതി. നമ്മളൊരു 10 ഇഞ്ച് എടുക്കുന്നു. ഇതിന് ഈ 10 ഇഞ്ച് മതി, 10 അല്ലെങ്കിൽ 11 അത്ര മതി ക്രോച്ച് ലെങ്ത്. പിന്നെ ക്രോച്ചിൻ്റെ വണ്ണം ഇത് 12 ഇഞ്ച് എടുക്കുകയാണ്, അതായത് ഒരു 44. ഒരുപാട് വണ്ണം ഇല്ലാത്ത ഒരാളിനുള്ളതാണ്, ഒരുപാട് വണ്ണമൊന്നും വേണ്ട. എന്നിട്ട് നമുക്കിതുപോലെ ഒരു ക്രോച്ച് ലൈൻ വരച്ചു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ. ഇതൊരു സാധാ പാൻറ് കട്ട് ചെയ്യും പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. താഴെ ഭാഗത്ത് എത്രയാണ് വണ്ണം വേണ്ടിയെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കാം. ഇതിന് ഞാനൊരു തയ്യൽത്തുമ്പ് ഉൾപ്പെടെ 8 ഇഞ്ചേ ഇട്ടിട്ടുള്ളൂ. ഒരു 6 ഇഞ്ച് വണ്ണത്തിൽ തയ്ക്കാനാണ് കാല് വണ്ണം. അപ്പം നമ്മൾ തയ്ക്കുമ്പോൾ ഒരു 8 ഇഞ്ച് മതി. 8 ഇഞ്ച് വണ്ണത്തിലാണ് കാല് എടുക്കുന്നത്. അവിടെ നിന്ന് മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് മതി നമുക്ക് മടക്കി തയ്ക്കാനായിട്ട്. ഒരുപാട് മടക്കി വീതിക്ക് തയ്ക്കേണ്ട, ഒരു ചെറിയ മടക്ക് മതി. അപ്പോൾ ഒരു 1.5 ഇഞ്ച് വീതിക്ക് നമ്മൾ അവിടെ മടക്കി തയ്ക്കാനും കൂടെ ഒരു പോയിന്റ് എടുക്കാം. അപ്പോൾ ഇത് ടോട്ടൽ ഞാൻ 42 എടുത്തത്. താഴത്തെ മടക്ക്, മുകളിലത്തെ വള്ളി ഇടാനുള്ള മടക്ക്, വള്ളിയോ എലാസ്റ്റിക്കോ ഏത് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കാക്കിയാണ് എടുത്തേക്കണത്. അപ്പോൾ അതെല്ലാം തയ്ച്ച് വരുമ്പോൾ ഒരു 38, 39 കണക്കിന് വരുള്ളൂ. അപ്പം നമ്മളിത് ഒരു ലൈൻ വരച്ചു. ഇനി അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സാധാരണ പാൻറ് കട്ട് ചെയ്യും പോലെ ഉള്ളതേ ഉള്ളൂ. അധികം ആരും അങ്ങനെ യൂസ് ചെയ്യും. പക്ഷെ നിങ്ങൾ തയ്ച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പക്ഷേ ഇത് ധാരാളം തയ്ച്ച് കൊടുക്കാറുണ്ട്. എനിക്കിത് ഈ പാൻറ് ഇടാൻ കുറേ കസ്റ്റമർ ഉണ്ട് ഇവിടെ. എന്നിട്ട് ഇതാ നമ്മൾ ഇതിൻ്റെ ക്രോച്ചുകൾ തമ്മിൽ, രണ്ടിൻ്റെയും ക്രോച്ചുകൾ തമ്മിൽ ചേർത്ത് വെച്ച് തയ്ക്കണം, രണ്ട് സൈഡിൽ അങ്ങനെ തമ്മിൽ ചേർത്ത് വെച്ച് തയ്ക്കുക. ഇനി നമുക്ക് ഇതിന്നൊരു പീസ് കട്ട് ചെയ്തെടുക്കണം, ഒരു ചതുര പീസ് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ ചതുര പീസ് കട്ട് ചെയ്തെടുക്കുന്നത് ഒരു 19 ഇഞ്ച് വീതിയും നീളവും ഉള്ള ഒരു ചതുരമാണ്. 19 ഇഞ്ച്, 19, 20, 21 വരെയൊക്കെ ചിലരെടുക്കാറുണ്ട്. ഞാനൊരു 19 ഇഞ്ചിൻ്റെ വീതി നീളമാണ് എടുക്കുന്നത്. 19 ഇഞ്ച് വീതി നീളമുള്ള ഒരു ചതുരം, സമചതുരമായിട്ടുള്ള ഒരു പീസ് നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിനൊരു 2.5 മീറ്റർ തുണി വേണം നമുക്ക് ഈ കവായി പാൻറ് തയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നാലേ ഇങ്ങനെ തയ്ക്കാൻ പറ്റൂ. രണ്ട് സൈഡിലും 19 ഇഞ്ച് വീതം വെച്ച് നമുക്കിത് കോണായിട്ട് മടക്കി അങ്ങ് വെട്ടാം. അപ്പോൾ കറക്റ്റ് സ്ക്വയറായിട്ട് ഇരിക്കും. 19 ഇഞ്ചിൽ രണ്ട് സൈഡ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒരു കോണ് മടക്കി അങ്ങ് തയ്ക്കാം. 19, 20, 21 വരെയൊക്കെ ചിലരെടുക്കാറുണ്ട്. ഞാൻ 19 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. ഇത് എൻ്റെ നാട്ടിൽ കുറേ പേര് ഈ പാൻറ് യൂസ് ചെയ്യാറുണ്ട്. അതാ ഇതൊരു ചതുര പീസ് ഞാൻ കട്ട് ചെയ്തെടുത്ത്. ഇനി അത് ഞാൻ തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വളരെ എളുപ്പം, വളരെ സിമ്പിളാണ്. ഇത് വലിയ പാടുള്ള കേസല്ല, നിസ്സാരമായ ഒരു സ്റ്റിച്ചിങ് ആണിത്. ആദ്യം നമുക്കിതിൻ്റെ താഴത്തെ ബോട്ടം ഒന്ന് മടക്കി അടിക്കാം. കാൽഭാഗമാണ്. അത് എത്ര ഇഞ്ച് വീതി വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനിതിപ്പോൾ ഒരു ഇഞ്ച് വീതിക്കാണ് മടക്കി അടിക്കുന്നത്, അത്രയേ ഉള്ളൂ.
രണ്ടും നമ്മൾ മടക്കി അടിച്ചു. ഇനി നമുക്ക് ഇതിന്റെ ഈ ക്രോച്ചുകൾ തമ്മിൽ ചേർത്ത് വെച്ച് തയ്ക്കാം. ക്രോച്ച് നമ്മൾ തയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ തയ്യൽ തുമ്പൊക്കെ നോക്കണം. തയ്യൽ തുമ്പ് കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ ക്രോച്ച് തമ്മിൽ ചേർത്ത് വെച്ച് തയ്ക്കാനുള്ളത്. അപ്പോൾ രണ്ടിന്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് തയ്ക്കണം, എന്നാലേ തയ്യൽ തുമ്പ് അടിയിലേക്ക് പോവുള്ളൂ. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് ഇനി നമുക്കിത് തയ്ക്കാം. കാവായി പാൻറ്റിന് ഈ ക്രോച്ച് ലെങ്ത് കുറച്ച് മതി. 10, 11, മാക്സിമം 12 അത്ര മതി. അതിൽ കൂടുതൽ എടുക്കുകയോ ചെയ്യരുത്. രണ്ട് സൈഡും അങ്ങനെ തയ്ക്കണം. ഒരു സൈഡ് തയ്ക്കുമ്പോൾ ഫുള്ളായിട്ട് തയ്ക്കേണ്ട, അവിടെ നമുക്ക് കുറച്ച് മടക്കി അടിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഫുള്ളായിട്ട് തയ്ക്കേണ്ട. എട്ട് 9 ഒക്കെ മതി ഇതിന്റെ ക്രോച്ച് ലെങ്ത്. മറ്റേ സാധാരണ പാൻറ് തയ്ക്കുമ്പോൾ നമ്മൾ 14 ഇഞ്ച് 16 ഇഞ്ചൊക്കെ ക്രോച്ച് ലെങ്ത് എടുക്കാറുണ്ട്. പക്ഷെ ഇതിനത് വേണ്ട. ഇതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. തയ്ച്ചു കഴിഞ്ഞു. നമ്മൾ രണ്ടിനെയും ക്രോച്ചുകൾ തമ്മിൽ ചേർത്ത് വെച്ചു തയ്ച്ചു. കണ്ടോ? ഇനിയാണ് നമ്മൾ കാവായി പാൻറ്റിന്റെ ശരിക്കുള്ള തയ്ക്കാൻ പോകുന്നത് തയ്യൽ. അത് ആ കാലിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നമ്മൾ, അതായത് കാലിന്റെ നല്ല വശം മുകളിൽ വെച്ചിട്ട് നമ്മൾ ആ ചതുരം വെട്ടിയെടുത്തില്ലേ, ചതുര പീസ്, അതിങ്ങനെ താഴോട്ട് കാലിന്റെ അങ്ങോട്ട് വെച്ചിട്ട് ഈ ക്രോച്ചിന്റെ അവിടെ അതിന്റെ ഒരു മൂല വെക്കണം. ആ ചതുര പീസിന്റെ ഒരു മൂല ക്രോച്ചിന്റെ അവിടെ വെക്കണം. 19 ഇഞ്ച് നീളത്തിലാണ് നമ്മൾ വെട്ടിയിരിക്കുന്നത്. ബാക്കി കാലിന്റെ താഴേക്ക് വെക്കണം. ഒരു വശത്ത് വെക്കണം. കാലിന്റെ ഒരു വശത്ത് വെച്ച് അത് അവിടെ നിന്ന് ഇങ്ങനെ ആ ക്രോച്ച് സെന്ററിലേക്ക് ഇങ്ങനെ തയ്ക്കണം. കണ്ടോ? അവിടേക്ക് തയ്ക്കണം. നല്ല വശത്ത് വെച്ചിട്ട് തയ്ക്കണം. അപ്പോൾ അടിയിൽ ചീത്ത വശമാകും. തയ്യൽ തുമ്പ് അടിയിലേക്ക് പോകും. കണ്ടോ? കാലിൻ്റെ അവിടെ നിന്ന് ഒരു 8 ഇഞ്ച് 9 ഇഞ്ച് മുകളിലോട്ട് കയറ്റിയാണ് തയ്ക്കുന്നത്. നമ്മൾ 19 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ആ ക്രോച്ച് ലെങ്തിന്റെ മൂല അവിടെ കൊണ്ടുവന്ന് അതിന്റെ ഒരു മൂല വെക്കണം, ആ ചതുരത്തിന്റെ. എന്നിട്ട് അവിടെ ഒന്ന് സൂചി കുത്തുക. എന്നിട്ട് ഈ സൈഡ് പിടിച്ച് മറ്റേ കാലിന്റെ ഒരു സൈഡിലേക്ക് തയ്ക്കുക. ഇതാ ഇങ്ങനെ ആ ചതുരത്തിന്റെ ഒരു സൈഡ് പിടിച്ച് മറ്റേ കാലിന്റെ ഒരു സൈഡിലേക്ക് തയ്ക്കുക. നമ്മൾ രണ്ട് കാലിന്റെ ഓരോ സൈഡിൽ ഇത് തയ്ച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയാമോ? ഈ കാല് തമ്മിൽ, രണ്ട് കാലിന്റെ ഒരേ സൈഡിലാണ് തയ്ച്ചേക്കുന്നത്. അവിടെ നിന്ന് സെന്ററിൽ വെച്ചിട്ട് പിന്നെ മറ്റേ കാലിന്റെ മറ്റേ സൈഡിലേക്ക് തയ്ച്ച് താഴത്തെ മര തയ്ച്ച് അവിടെ നിർത്തിയേക്കാണ്. ഇനി നമുക്ക് ഈ കാല് തമ്മിൽ ജോയിന്റ് ചെയ്യാം. ഇതാ ഇങ്ങനെ കാലുകൾ തമ്മിൽ മടക്കി ജോയിന്റ് ചെയ്യുക. അവിടെ നിന്ന് ഇങ്ങനെ ജോയിന്റ് ചെയ്യും. ജോയിന്റ് ചെയ്ത് കുറച്ച് മേളിൽ നമ്മൾ മറ്റേ പീസ് ചതുര പീസ് വെച്ച് തയ്ച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സൈഡ് ആ കാലിന്റെ മറ്റേ സൈഡിലേക്ക് ചേർത്ത് തയ്ക്കണം. അവിടെ നിന്ന് ആ കാലിന്റെ സൈഡിലേക്ക് തയ്ക്കണം.
അത് അതിൻ്റെ ക്രോച്ചിലിൻ്റെ സെൻറ്ററിൽ കണ്ടോ, ക്രോച്ച് സെൻറ്ററിൽ ചെന്ന് നിൽക്കും. ആ ക്രോച്ചിൻ്റെ അവിടെ എത്തി, അവിടെ സൂചി കുത്തിയിട്ട് അതിൻ്റെ മറ്റേ ഭാഗം ആ ഭാഗം മറ്റേ കാലിൻ്റെ സൈഡിലേക്ക് തയ്ക്കണം. അത് തയ്ച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാതെ എങ്ങോട്ടാണ് തയ്ക്കാനുള്ളത്. മറ്റേ കാലിൻ്റെ സൈഡിലേക്ക് തയ്ക്കുക. സൈഡിലേക്ക് തയ്ച്ചിട്ട് ആ കാല് രണ്ടും കൂടെ ചേർത്തങ്ങ് വയ്ക്കണം. കാലിൻ്റെ ഒരു സൈഡിൽ നമ്മളിത് നേരത്തെ തയ്ച്ചതാണ്. ഇത് ഇങ്ങനെ ചേർത്ത് രണ്ട് കാലും കൂടെ ചേർത്ത് കാലിൻ്റെ രണ്ട് പാർട്ടും കൂടെ ചേർത്ത് ഇങ്ങനെ അങ്ങ് തയ്ച്ച് ഫിനിഷ് ചെയ്യുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ തയ്യൽ. ഇതാണ് കാവായി പാൻറ്റിൻ്റെ തയ്യൽ. ഇതൊരു പാടുമില്ലാത്തതാണ്, വളരെ ഈസി ആയിട്ട് തയ്ക്കാന്നുള്ളതേ ഉള്ളൂ. കണ്ടോ, ഇത് മാക്സിമം 21 ഇഞ്ച് നീളത്തിനൊക്കെ ഈ സെൻട്രൽ പീസ് തുണി എടുക്കാറുണ്ട്. ഞാനിപ്പോൾ ഇത് 19 എടുത്തിട്ടുള്ളൂ. ഇത് സാധാരണ ഉപയോഗിക്കുന്ന ആരാണെന്ന് വെച്ചാൽ ഈ പർദ്ദയൊക്കെ ഇടുന്ന ഉമ്മമാരുണ്ടല്ലോ, അവർക്ക് ഈ തുടയൊക്കെ വലിയ വണ്ണമൊക്കെ ഉള്ളവർക്ക് ഈ ടൈപ്പ് പാൻ്റാണ് അവർ യൂസ് ചെയ്യുന്നത്. കാരണം തുടയൊന്നും തട്ടൂല, ഇറൂല, നല്ല ഫ്രീ ആയിട്ട് കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ കാവായി പാൻറ് എല്ലാവരും തയ്ക്കുന്നത്. പിന്നെ തയ്ക്കുന്നത് ഡാൻസുകാരാണ്. ഡാൻസ് കളിക്കാൻ ഉള്ള ആൾക്കാർ, ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ ഈ കാവായി പാൻറ് ഇങ്ങനെ തയ്ക്കാറുണ്ട്. ഇവിടെ നിന്ന് ഇതിപ്പോൾ 21 വരെ വെച്ചാൽ അതുവരെ വരും, ഇതുവരെ വരും. 19 വെച്ചിട്ട് ഇത്രയും വന്നു. ഇതാണ് ശരിക്കും ഇതാണ് കാവായി പാൻറ്. ഇതിങ്ങനെ ഈ തുടവണ്ണമൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ തയ്ച്ചാൽ നല്ല ഫ്രീ ആയിട്ട് തുടയൊക്കെ ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ പാൻറ് പലരും തയ്പ്പിക്കുന്നത്. പർദ്ദയൊക്കെ ഇട്ടുകൊണ്ട് പോണവർക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് നല്ല വണ്ണമൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഇത് വളരെ ഇതായിട്ട് ഫ്രീ ആയിട്ട് കിടക്കും. അതിനാണ് ഇങ്ങനത്തെ പാൻറ് തയ്പ്പിക്കുന്നത്. പിന്നെ ഡാൻസുകാർ, അവർക്ക് ഡാൻസ് കളിക്കാനായിട്ട് നല്ല കാലെല്ലാം പൊക്കി ഡാൻസ് കളിക്കാൻ നല്ല ഫ്രീ ആയിട്ട് കളിക്കാനായിട്ട് അവരും ഇങ്ങനത്തെ പാൻറ്റുകൾ തയ്പ്പിക്കാറുണ്ട്. ഇവിടെ ഒരു സൈഡിൽ വെച്ച് തയ്ക്കുക, എന്നിട്ട് ഫുള്ളായിട്ട് മറു സൈഡിലും കൂടെ വെച്ച് തയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് കാവായി പാൻറ് കേട്ടോ. ഇതൊരു വലിയ പേര് കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നുമെങ്കിലും വലിയ വിഷയമുള്ളതല്ല. ഇനി നമുക്കിതിൻ്റെ ടോപ്പ് മടക്കി തയ്ക്കാം. അവിടെ വള്ളി ഇടാനായിട്ട് നമ്മളവിടെ കുറച്ച് ഭാഗം തയ്ക്കാതെ ഇട്ടിരുന്നു, അവിടെ നമുക്ക് ചെറുതായിട്ട് 1 ഇഞ്ച് വീതിക്ക് മടക്കി തയ്ച്ചിട്ട് വള്ളി ഇടാം. ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇതിലിനി വള്ളിയും കൂടെ ഇടുമ്പോൾ കാവായി പാൻ്റായി. ഇത് ആർക്ക് വേണമെങ്കിലും തയ്ക്കാം, വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്ച്ചെടുക്കുകയും ചെയ്യാം. ഇതിന് ഞാൻ തയ്യക്കൂലി വാങ്ങുന്നത് 150 രൂപയാണ് കേട്ടോ. 150.